പതിനൊന്നാം ദിനം ദ പവർ ഓഫ് വേർഡ്സ് ആൻഡ് പ്രൈമിംഗ്. വാക്കുകളുടെ കരുത്തും പ്രൈമിംഗ് എഫക്റ്റും. ബൈബിൾ പശ്ചാത്തലം സുഭാഷിതങ്ങളുടെ പുസ്തകം 18-ാം അധ്യായം 21-ാം വാക്യം. മരണവും ജീവിതവും നാവിൻ്റെ അധികാരത്തിലാണ്. അതിനെ സ്നേഹിക്കുന്നവൻ അതിൻ്റെ ഫലം അനുഭവിക്കും. വാക്കുകൾ വെറും ശബ്ദങ്ങളല്ല, അവയ്ക്ക് ജീവനുണ്ടെന്ന് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവശാസ്ത്രപരമായ കാഴ്ചപ്പാട് ഇങ്ങനെയാണ്: ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്, പ്രപഞ്ചം സൃഷ്ടിച്ചത് വെറും വാക്കിലൂടെയാണ്. മനുഷ്യനും ഈ വാക്കിൻ്റെ പോസിറ്റീവ് ശക്തി നൽകപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ വാക്കുകൾ കൊണ്ട് ഒരു മനുഷ്യനെ വളർത്താനും അതേപോലെ തന്നെ അവനെ തളർത്താനും നമുക്ക് സാധിക്കും. നമ്മുടെ തലച്ചോറിനെ വാക്കുകൾ എങ്ങനെ സ്വാധീനിക്കും എന്നത് വളരെ അത്ഭുതാവഹമാണ്. നാം കേൾക്കുന്നതോ പറയുന്നതോ ആയ ഒരു വാക്ക് നമ്മുടെ തൊട്ടടുത്ത പ്രവൃത്തിയെ സ്വാധീനിക്കുന്നതിനെയാണ് പ്രൈമിംഗ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, രാവിലെ തന്നെ ഇതൊരു നശിച്ച ദിവസമാണല്ലോ, എന്താ കഷ്ടപ്പാട്, ഇങ്ങനെയൊക്കെ പറയുന്നത് നമ്മുടെ തൊട്ടടുത്ത പ്രവൃത്തിയെ സ്വാധീനിക്കും. ആ ദിവസം മുഴുവൻ നെഗറ്റീവായിട്ട് രൂപാന്തരപ്പെടും. എന്നാൽ സെൽഫ് അഫർമേഷൻ, പോസിറ്റീവായ വാക്കുകൾ ആവർത്തിച്ച് പറയുന്നത് നമ്മുടെ മാനസിക സമ്മർദ്ദത്തെ കുറയ്ക്കുവാനും പോസിറ്റീവായ ഒരു എനർജിയിലേക്ക് രൂപപ്പെടുവാനും സഹായിക്കും. വാക്കുകൾ ഇങ്ങനെ നമ്മെ നിയന്ത്രിക്കുന്ന റിമോട്ട് കൺട്രോൾ പോലെ പ്രവർത്തിക്കുകയാണ്. 2026 ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിശോധിച്ചാൽ എതിരാളിയെ തറപറ്റിക്കാൻ ഉപയോഗിക്കുന്ന ഡീഹ്യൂമനൈസിംഗ് വേർഡ്സ്, മോശമായ സന്ദേശം നൽകുന്ന വാക്കുകൾ, എതിരാളികളെ മൃഗങ്ങളോടോ അപര ജീവികളോടോ ഉപമിക്കുന്ന രീതികൾ പല രാജ്യങ്ങളിലും നിലവിലുണ്ട്. ഇത്തരം വാക്കുകൾ കേൾക്കുന്ന ജനങ്ങളുടെ ഇടയിൽ വിദ്വേഷവും അക്രമവാസനയും വളരുന്നതായി കാണാൻ സാധിക്കുന്നുണ്ട്. വാക്കുകൾ എങ്ങനെയാണ് ഒരു സമൂഹത്തെ വിഭജിക്കുന്നതെന്നും മനുഷ്യത്വത്തെ ഇല്ലാതാക്കുന്നതെന്നും ഈ സംഭവങ്ങൾ തെളിയിക്കുകയാണ്. ഒരു വാക്കുകൊണ്ട് നമ്മെ തന്നെയും മറ്റൊരാളെയും ഇല്ലാതാക്കാൻ സാധിക്കും എന്നത് ഈ കാലഘട്ടത്തിലെ വലിയൊരു സാമൂഹിക വിപത്താണ്. പ്രായോഗികമായി എന്ത് ചെയ്യാൻ സാധിക്കും? ഒന്നാമതായി, നോ കംപ്ലൈൻറ്റ് ഡേ. ഇന്നത്തെ ഒരു ദിവസം ആരെക്കുറിച്ചും ഒന്നിനെക്കുറിച്ചും യാതൊരു പരാതിയും പറയില്ല എന്ന് മനസ്സിൽ ഉറപ്പിക്കുക. ജോലിയാകട്ടെ, കാലാവസ്ഥയാകട്ടെ, രാഷ്ട്രീയമാകട്ടെ, ഒന്നിനെക്കുറിച്ചും ഒരു പരാതിയും പറയുന്നില്ല. രണ്ടാമതായി, വാക്കുകളെ ഒന്ന് മാറ്റുക. എനിക്ക് ഇത് ചെയ്യേണ്ടി വരുന്നു എന്നതിന് പകരം എനിക്കിത് ചെയ്യാൻ അവസരം ലഭിച്ചു എന്ന് പോസിറ്റീവായി അഫേം ചെയ്യുക. മൂന്നാമതായി, പോസിറ്റീവ് പ്രൈമിംഗ് ആണ്. ഉണർന്നെഴുന്നേൽക്കുന്ന ആ നിമിഷം തന്നെ ഇന്നൊരു നല്ല ദിവസമാണ് എന്ന് 3 പ്രാവശ്യം പറയുക. ഇന്നത്തെ ദിവസം നമുക്ക് ചിന്തിക്കാം. നിങ്ങളുടെ നാവിലെ വാക്കുകൾ നിങ്ങളുടെ കപ്പലിൻ്റെ ദിശ നിർണ്ണയിക്കുന്ന അമരക്കാരനെ പോലെയാണ്. നിങ്ങൾ എന്ത് സംസാരിക്കുന്നുവോ അവിടേക്കായിരിക്കും ജീവിതം നിങ്ങളെ കൊണ്ടുപോകുക. അതുകൊണ്ട് ജീവനുള്ള വാക്കുകൾ സംസാരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.